വക്രദൃഷ്ടി തുടരുന്നു. മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടോ? കോൺഗ്രസിൽ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാത്തത് എന്ത്? ഒരു സമ്മർ ക്യാമ്പിൽ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കുട്ടികൾ പോലും കേരള രാഷ്ട്രീയം നന്നായി ഫോളോ ചെയ്യുന്നുണ്ട്. നാളത്തെ വോട്ടർമാരല്ലേ? ഇനി പൈസ തുടങ്ങാം. നീ വരൂ സാർ. ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു അറിയാമോ സാർ? എന്താ ഇത്ര ലേറ്റ് ആയി പോയത്? അസംബ്ലി ആയതുകൊണ്ടാണ്, അസംബ്ലി സമ്മേളനം ആയതുകൊണ്ടാണ് ലേറ്റ് ആയത്. കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയാണോ അതോ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണോ? താങ്കളുടെ അഭിപ്രായത്തെ മികച്ചത് ഒരു പേര് മാത്രം ഉത്തരമായി പറയാമോ? രണ്ടുപേരും അവരവരുടേതായ രംഗങ്ങളിൽ നല്ല മിടുക്ക് പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. കാരണം ഞാൻ രണ്ടുപേരുടെ കൂടെ മന്ത്രിയായിട്ടുണ്ട്. 2021 ഇലക്ഷന് UDF വിജയിച്ച സാറ് ഇപ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആയ സാറ് മുഖ്യമന്ത്രിയാകുമോ അതോ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് വീണ്ടും മുഖ്യമന്ത്രിയായി വരുമോ? അതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയല്ലേ, നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പിംഗ് പ്രവർത്തനം നിർത്തേണ്ടതല്ല. അങ്ങൊരു ഗ്രൂപ്പിന്റെ നേതാവാണ്. ഇനി മുഖ്യമന്ത്രി ആവാനുള്ള ആഗ്രഹം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പാർട്ടിയിൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്ന കള്ളമായിരിക്കും. പക്ഷേ പാർട്ടിയാണ് വലുത്. ഗ്രൂപ്പിനേക്കാൾ ആദ്യം പാർട്ടി, പിന്നെ ഉള്ളു ഗ്രൂപ്പ്. പാർട്ടിയാണ് ഏറ്റവും വലുത്. പാർട്ടിക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതാണ് എന്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. മുഖ്യമന്ത്രിക്ക് എത്ര ഉപദേശകരുണ്ട്? 6 8? നിയമസഭയിൽ MLA-മാർക്ക് കിട്ടിയ വ്യത്യസ്ത ഉത്തരങ്ങളിൽ വ്യത്യസ്ത മറുപടിയെന്ന് VD സതീശൻ്റെ പരാതി. എണ്ണാവുന്ന ഉപദേശകരല്ലേ ഉള്ളൂ? എണ്ണാമെങ്കിൽ എണ്ണി സതീശൻ്റെ സംശയം തീർക്കണം. പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 25/4 നൽകേണ്ട മറുപടി ഇന്നാണ് ലഭിച്ചത്. പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. M. വിൻസെന്റ്, ശ്രീ TV ഇബ്രാഹിം, ശ്രീ പാറക്കൽ അബ്ദുള്ള എന്ന 3 പേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് ലഭിച്ച ഉത്തരങ്ങൾ 3 രീതിയിലാണ് വന്നിരിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മുഖ്യമന്ത്രിയുടെ ഉപദേശകരായി എത്ര പേരെ നിയോഗിച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യത്തിൽ ഒരു ചോദ്യത്തിൽ 8 പേരെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഉത്തരം തന്നിരിക്കുന്നത്. സർ, മറ്റൊരെണ്ണത്തിൽ 6 പേരെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഉത്തരം തന്നിരിക്കുന്നത്. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഇവിടെ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വികസനത്തിന് ഉപദേഷ്ടാവിനെ നിയമിച്ചിട്ടില്ല എന്നാണ്. ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേഷ്ടാവിനെ നിയമിച്ചിട്ടില്ല. ഞാനൊരു പാവാ, എന്നെ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുത്. മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ സർ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്ര ഉപദേഷ്ടാവിന് 36,097 രൂപയും വികസന ഉപദേഷ്ടാവിന് 37,736 രൂപയും വാഹനത്തിനും ഇന്ധനത്തിനും ഡ്രൈവറുടെ ശമ്പള ഇനത്തിലും പ്രതിമാസം ചെലവാകുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു സാർ, ഈ നിയമസഭയിൽ തന്ന ഉത്തരവല്ലേ, അങ്ങക്ക് ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തമുള്ള ആളല്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്ന കുട്ടി? ആറന്മുള MLA വീണ ജോർജിൻ്റെ അഭിപ്രായത്തിൽ പ്രണയങ്ങൾ പോലും ശരിയാവുന്ന കാലമാണ് LDF ഭരണകാലം. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ KS ശബരിനാഥ് ഇത്ര നിരീക്ഷിച്ചില്ല. പണ്ടേ മുട്ടിട്ട പ്രണയങ്ങൾ പോലും പൂക്കുന്ന നല്ല കാലമാണ് LDFിൻ്റെ ഭരണകാലമെന്ന് പ്രതിപക്ഷ നിരയിലെ ശബരിനാഥൻ തെളിയിച്ചിരിക്കുകയാണ്. ശബരിനാഥന് മുൻകൂറായി എല്ലാ ആശംസകളും നേരുന്നു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. എൽദോസ് കുന്നപ്പള്ളിയുടെ ജ്യോതിഷം പ്രവചനം കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. ഒരടി പോലും പറക്കുവാനും കുതിക്കുവാനും ആകാതെ തറയിൽ കൂപ്പുകുത്തി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവും കുഞ്ഞുങ്ങളാ.
പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ അഭിപ്രായത്തിൽ ഭരണം എന്നാൽ പ്രാവ് പറത്തുന്നത് പോലെയാണ്. പിണറായിയുടെ പ്രാവ് പറത്തൽ എൽദോസിന്റെ അഭിപ്രായത്തിൽ ഒരു പരാജയമാണ്. സഖാവ് പിണറായി വിജയൻ യാത്രാ വിജയത്തിന്റെ ലഹരിയിൽ ഒരു പ്രാവിനെ പറത്തി. ആ പ്രാവ് ഒരടി പോലും കുതിക്കാനാകാതെ നിലംപുത്തി. വരാൻ പോകുന്ന ദുരന്തത്തിന്റെ ദുസ്സൂചനയാണ് എന്ന് എല്ലാവരും അതിനെ പ്രവചിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി പ്രാവുകൾ നീ കണ്ടോ? അങ്ങ് പറത്തിയ ആ പ്രാവാണ് ഈ ഗവൺമെന്റ്. ദുസ്സൂചന പോലെ ഈ ഗവൺമെന്റ് മെയ് 25-ന് ഒരു വർഷം തികയുമ്പോൾ ഒരടി പോലും പറക്കുവാനും കുതിക്കുവാനും ആകാതെ തറയിൽ കൂപ്പുകുത്തി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവും കുഞ്ഞുങ്ങളാ. പ്രാവിന്റെ കാലുകൾ ആരോ ബന്ധിപ്പിച്ചിരുന്നു. അതിന്റെ ചിറകുകൾ അങ്ങയുടെ കൈകളിൽ അമർന്ന് തളർന്നിരുന്നു. സാർ, ഈ ഗവൺമെന്റിന് പറ്റിയ വീഴ്ചയും അത് തന്നെയാണ്. അങ്ങ് മന്ത്രിമാരുടെ കാലുകൾ കൂട്ടിക്കെട്ടി. PC ജോർജിന് പിന്നാലെ എൽദോസും അടുത്തിടെ അല്പസ്വല്പം ജ്യോതിഷം അഭ്യസിച്ചു. അതുപ്രകാരം പിണറായിക്കത് ഇത് കണ്ടകശനിയാണ്. PC ജോർജ് ഇത് നേരത്തെ പ്രവചിച്ചതാണ്. എൽദോസ് അല്പം വൈകിപ്പോയി. എങ്കിലും ദോഷഫലങ്ങൾ എൽദോസ് ജ്യോത്സ്യർ പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് കണ്ടകശനിയാണ് എന്നാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. സാർ, ഇതുമൂലം താഴെ പറയുന്ന ദോഷങ്ങൾ ഉളവാകും എന്നുള്ളത് ഉറപ്പല്ലേ? 1, വീഴ്ച, മനോവേദന, തൊഴിൽ വിട്ടുനിൽക്കുക, ധനനഷ്ടം, തോൽവി, ഭരണപരാജയം, മന്ത്രിമാർ അലസന്മാരാകുക, മണി കെണിയാകുക, ബെഹ്റ രാജിവെക്കാതിരിക്കുക, ഇല്ലാതിരിക്കുക, സുപ്രീം കോടതിയിൽ കേസ് തോൽക്കുക. ഈശ്വര ഭജനമാണ് PC ജോർജ് നിർദ്ദേശിച്ച പ്രതിവിധിയെങ്കിൽ എൽദോസ് ജ്യോത്സ്യരുടെ കയ്യിൽ കണ്ടകശനിക്ക് ഒട്ടേറെ പ്രതിവിധികളുണ്ട്. ചില പ്രതിവിധികൾ കൂടി ഞാനിവിടെ പറയുകയാണ്. ശനിയാഴ്ച ഉപവസിക്കണം. ഇരുമ്പിന്റെ മോതിരം കയ്യിൽ ധരിക്കുക. മന്ത്രി മണി അതിന്റെ ആവശ്യമില്ല, ഇരുമ്പിന്റെ താക്കോൽ കൂട്ടം പിടിച്ചാലും മതി. പ്രതിപക്ഷത്തെ കേൾക്കുക, ചോദ്യങ്ങൾക്ക് വഴങ്ങുക, KSU, യൂത്ത് കോൺഗ്രസ്, UDF സമരങ്ങളെ അടിച്ചമർത്താതിരിക്കുക. മുന്നണിയിലുണ്ടായിരുന്ന KM മാണി പോയി. അവരിതാ മറുകണ്ഠം ചാടുന്നുവെന്നും കേൾക്കുന്നു. സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെ കാത്തിരിക്കുന്ന മാരണങ്ങൾ കൂടി എൽദോസ് ഒന്ന് കവിടി നിരത്തി കണ്ടെത്തണം. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.